LDF ഭരിക്കുന്ന കേരളത്തിൻ്റെയും BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൻ്റെയും വിദ്യാഭ്യാസ മേഖലകൾ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് തെളിയിക്കുന്ന ഒരു കൂട്ടം വാർത്തകൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പുറത്തു വരികയാണ്. ആദ്യമായി പുറത്തു വന്ന വാർത്ത BJP 2017 മുതൽ തുടർച്ചയായി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നാണ്. ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വന്ന വാർത്ത തെളിയിക്കുന്നത് ഉത്തർപ്രദേശിലെ 5000-ഓളം സർക്കാർ സ്കൂളുകൾ BJP സർക്കാർ പൂട്ടാൻ ഒരുങ്ങുന്നു എന്നാണ്. കഴിഞ്ഞ വർഷം അവസാനം, അതായത് 2024 അവസാനം പുറത്തു വന്ന വാർത്തകൾ തെളിയിക്കുന്നത് ഉത്തർപ്രദേശിലെ 1,40,000-ഓളം സർക്കാർ പ്രൈമറി, അപ്പർ പ്രൈമറി സ്കൂളുകളിൽ 27,000-ഓളം സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് 50 കുട്ടികളോ അതിൽ താഴെയോ മാത്രമായാണ്. ഇതിൽ 5,000-ഓളം സ്കൂളുകളാണ് ഇപ്പോൾ പൂട്ടാൻ BJP സർക്കാർ തയ്യാറെടുക്കുന്നത്. സ്കൂൾ സംയോജനം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിലൂടെ നിലവിൽ തന്നെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന കൊഴിഞ്ഞുപോക്ക് നിരക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ നിലനിൽക്കുന്ന ഉത്തർപ്രദേശിൽ കൂടുതൽ കൊഴിഞ്ഞുപോക്കിന് കാരണമാകുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. പക്ഷേ കേരളത്തിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയുമായി കഴിഞ്ഞ 2-3 ദിവസമായി പുറത്തു വരുന്ന വാർത്തകളെല്ലാം തന്നെ ഇതിന്റെ നേർ വിപരീതമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന്റെ 10ാം ക്ലാസ് പാഠ്യപദ്ധതിയിലേക്ക്, പ്രത്യേകിച്ച് അതിൻ്റെ സാമൂഹിക ശാസ്ത്ര പാഠഭാഗങ്ങളിലേക്ക് റിസോർട്ട് രാഷ്ട്രീയം മുതൽ ഗവർണറുടെ അധികാര പരിധികൾ വരെയുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ഈ പ്രധാനമായി ഉൾപ്പെടുത്തപ്പെട്ട പാഠഭാഗങ്ങളിൽ റിസോർട്ട് രാഷ്ട്രീയം മാത്രമല്ല, ഗവർണറുടെ അധികാര പരിധികൾ, അടിയന്തരാവസ്ഥ, ഇലക്ട്രൽ ബോണ്ടിലെ സുപ്രീം കോടതി വിധി എന്നിങ്ങനെയുള്ള നിർണായകമായ പാഠഭാഗങ്ങളാണ് ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ റോബോട്ടിക്സ് എന്നൊരു പുതിയ പാഠ്യ പദ്ധതി അല്ലെങ്കിൽ ഒരു പുതിയ പാഠഭാഗം ഈ വിദ്യാർത്ഥികളുടെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് എന്ന വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം ഈ വർഷം കൊണ്ട് തന്നെ സർക്കാർ സ്കൂളുകൾക്കായി പ്രവൃത്തിയിൽ നടക്കുന്ന എഞ്ചിനായുള്ള പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ വാർത്തകളാണ് സംസ്ഥാനത്തെ, നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചും വിദ്യാഭ്യാസ സ്കൂളുകളെ കുറിച്ചും പുറത്തു വരുന്നതെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്നും അടച്ചുപൂട്ടലിന്റെയും കൊഴിഞ്ഞുപോക്കിന്റെയും വാർത്തകൾ മാത്രമാണ് പുറത്തു വരുന്നത് എന്ന് തെളിയിക്കുന്നത് ഇരു ഭരണകക്ഷികൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള നയം കൂടിയാണ്. നമുക്കറിയാം, സർക്കാർ സ്കൂളുകളുടെ കാര്യത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എപ്പോഴും കേരളത്തെക്കാൾ ബഹുദൂരം പിന്നിലാണ്. അതിന് ഉദാഹരണമാണ് 1995 മുതൽ BJP തുടർച്ചയായി ഭരിക്കുന്ന ഗുജറാത്ത്. ഗുജറാത്തിൽ 2023 10ാം ക്ലാസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ഏകദേശം 157-ഓളം സ്കൂളുകളിലായിരുന്നു ഒരു വിദ്യാർത്ഥി പോലും 10ാം ക്ലാസ് പാസ്സാകാതെ ബാക്കിയുണ്ടായിരുന്നത്. അത്ര ദയനീയമായ അവസ്ഥയിലൂടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പൊതുവിദ്യാലയങ്ങൾ കടന്നു പോകുമ്പോഴാണ് കേരളത്തിൽ റോബോട്ടിക്സും AI-യും ഡിജിറ്റൽ വിദ്യാഭ്യാസവും ഒക്കെ സർക്കാർ വിദ്യാലയങ്ങളിൽ തന്നെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്കായി ഒരുക്കി നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് യുനിസെഫ് പോലെയുള്ള ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള സംഘടനകൾ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിനെ തുടർച്ചയായി അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇരു പാർട്ടികൾക്കും പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ചും സാധാരണക്കാരെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് തന്നെയാണ് ഇരു പാർട്ടികളും ഭരിക്കുന്ന ഈ 2 സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ തെളിയിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.